ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് AJ Vlogs. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ സേര ആൻഡ് റൂത്തിന്റെ കൂടെയാണ്. ഞങ്ങളപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയേക്കാണ്. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ആദ്യം എനിക്ക് പല്ല് ഡോക്ടറെ അടുത്തേക്ക് പോകണം, പല്ല് ക്ലീൻ ചെയ്യാനായിട്ട്. അത്ര വൃത്തികെട്ട പല്ലുകളൊന്നുമല്ല, എന്നാലും ഒന്ന് നാട്ടിൽ വന്ന സ്ഥിതിക്ക് ക്ലീൻ ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ പ്ലാൻ ചെയ്യും വേറെ ഇങ്ങോട്ട് പോകണമെന്ന്. അതിൻ്റെ ഇടയിൽ സേരയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. സേര എത്ര മണിക്കാ? 3 o'clock സേരയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പൊ സേര പോണം. എന്നിട്ട് ഇന്ന് എന്റെ സ്കൂളിലും യൂണിഫോം എടുക്കാൻ പോകും. ഓൾറെഡി സ്കൂളില് യൂണിഫോമും ഡ്രസ് സ്കൂളൊക്കെ എടുക്കാൻ. അപ്പൊ സേരയുടെ ചേട്ടൻ ഓൾറെഡി അഡ്മിഷൻ എടുക്കാൻ അമ്മേനെ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ സേര ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ പരിപാടികളുടെ ഇടയിൽ സേരയ്ക്ക് പോയി യൂണിഫോം എടുക്കണം. അല്ല യൂണിഫോം എടുക്കണം. അഡ്മിഷൻ ഓൾറെഡി എടുത്തില്ലേ? ഫീസ് അടയ്ക്കാൻ പോകണം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഈ റൂട്ടിന് വല്ല പ്ലാൻ ഉണ്ടോ? റൂട്ടിന് എന്താ പ്ലാൻ? എന്തിനാ വന്നേക്കണം ഞങ്ങളൂടെ? ഫുഡ് കഴിക്കാനാണോ? റൂത്തിന്റെ പ്ലാൻ ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ റൂത്തിന്റെ ചേട്ടനും അമ്മയും സ്കൂളിലേക്ക് പോയ വിഷമത്തിൽ ഞങ്ങളുടെ കൂടെ കറങ്ങാൻ വന്നേക്കാം അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇതിന്റെ വഴിയെ നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം അല്ലേ റൂത്തു? അങ്ങനെ നമ്മള് ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പിന്റെ പ്രശ്നം ഞങ്ങൾക്ക് എല്ലാത്തിനുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ ഞങ്ങള് തൃശ്ശൂരിന്റെ സ്വന്തം ഭാര്യ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. അല്ല അങ്ങോട്ട് പറഞ്ഞേരാ നമ്മൾ എന്താ കഴിക്കണേ? നമ്മളിപ്പോ ഭാര്യ തുറന്നിരിക്കുന്ന ഞാനേ കാറ്റാറോ സ്ഥലമില്ല. റൂത്ത് എന്താ പറഞ്ഞ? റൂത്ത് കഴിക്കാൻ ദോശ, ഗീ റോസ്റ്റ്. എന്താ? ഗീ റോസ്റ്റ്. ഞാൻ ഇതൊന്നും എഡിറ്റ് ചെയ്യില്ല കേട്ടാ. ഞാൻ കളറും ഇതും മാത്രം പറയണതൊക്കെ അങ്ങനെ തന്നെ ഇടും. നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്കിതാ, എനിക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ. കഴിച്ചിട്ടില്ലേ? ഇല്ലേ
ആന്റി എങ്ങനെയുണ്ട് നമ്മളുടെ തൈര് വട? എങ്ങനെയുണ്ട് ആന്റി തൈര് വട? മസാല ദോശ. എനിക്ക് മസാല ചട്നി എടുക്കായോ? അത് നീക്കി വെക്കും സാറാ. 4 ലൈമ ഒരു കോഫി. ചമ്മന്തി ഒന്നുമില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സേറ നമ്മളെങ്ങോട്ടാ വന്നേക്കളെ? അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറേ ദിവസമായി സേറ എക്സിബിഷന് പോകണം. തൃശ്ശൂരുള്ളവർക്ക് അറിയാം പൂരം എക്സിബിഷൻ. അത് മിസ്സാക്കാത്ത ആൾക്കാർ അധികം പേര് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ കൊല്ലം പോകുന്നതായിരിക്കും. അപ്പോൾ സേറയ്ക്ക് ഇതിന് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി പറയണു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഫ്രീ ആയപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല എക്സിബിഷന്. ഒരു സ്റ്റോളിൽ കയറി ഇറങ്ങുന്നു. പിന്നെ സാധനങ്ങളൊന്നും ഇപ്പം അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല, പണ്ടൊക്കെ ആയിരുന്നു വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സേറയുടെ ഊഴാണ്. അപ്പോൾ സേറ ഇങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണുന്നു, നോക്കുന്നു, വാങ്ങിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് എക്സിബിഷൻ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. മുളക് 2 അല്ലേ? മുളക് എത്ര നിങ്ങളെ പറയണ്ടേ? മുളക് നോക്കിയിട്ട് പറഞ്ഞോ. ആർക്കൊക്കെ വേണ്ട മുളക്? മമ്മി ഏതാ എന്താ വേണ്ട? മുളക് ബജി. കായ ഉണ്ടോ? കായ എങ്ങനെയുണ്ടായത് സാറാ? അതെ സൗണ്ട് എഫക്ട് വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു സാറ? എങ്ങനെയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നോ? പേടിയുണ്ടായിരുന്നോ? എനിക്ക് പേടിയുണ്ട്. സാറ് ജൈൻ വീലിന് മുന്നേ കയറിയുണ്ടോ? കയറിയുണ്ടോ? പേടിയൊന്നുമില്ല. സാറ നിക്ക, വെയിറ്റ് ചെയ്യ്, അവര് പറയും. എടുത്തിട്ടാണോ കോഴിക്കോട് അല്ല ഞങ്ങൾ പോണ സമയത്ത് നീ എന്താ ചെയ്യണ്ടേ? അടിക്കാ നിങ്ങളിപ്പോ പ്രശ്നം കാണില്ല.
പാസ്വേഡ് എങ്ങനെ അറിയാം പാസ്വേഡ് അറിയോ ടിവിയിലാ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ നല്ല മഴ തുടങ്ങി. അപ്പോൾ കുറേ നേരം അവിടെ പിന്നെ കറങ്ങാനൊന്നും നിന്നില്ല, വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.